റെക്കറൻസിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. റെക്കറൻസ് റിലേഷനിൽ ഈ ടൈപ്പ് ഇത് കുറച്ച് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് പറയും. ഈ ഒരു ടൈപ്പില് ലാസ്റ്റ് വീഡിയോ ആണ് ഇത് 2022 8 മാർക്കിന് ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ നന്നായി കണ്ടിട്ടുണ്ട്. an+1 = an എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് an⁻p അവിടെ നിൽക്കുന്നത് n ആണ്. അപ്പൊ n ആണെങ്കിൽ നമ്മൾ an⁻p എന്ത് ചൂസ് ചെയ്യുക? an+b ആണ് നോർമലി ചൂസ് ചെയ്യുക. പക്ഷെ ചില കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ചൂസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കാറുണ്ട്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു? an = CR⁻n. ആദ്യം ഹോമോജീനസ് പാർട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോ CR⁻n+1 = CR⁻n. സിയും സിയും ക്യാൻസൽ ആയി. ഇതിൽ ഏറ്റവും കുഞ്ഞു പവർ എന്ന് പറയുന്നത് r⁻n ആണ്. ഡിവൈഡഡ് ബൈ r⁻n ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? r - 1 = 0. ഇവിടുന്ന് rന്റെ വാല്യൂ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോ ഹോമോജീനസ് പാർട്ടിൽ എന്ത് വരും? α1 × 1⁻n. 1⁻n ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും സെയിം ആവണത് കൊണ്ട് α1 തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പൊ an⁻p ഞാൻ എന്ത് ചൂസ് ചെയ്യുന്നു? അവിടെ ഉള്ളത് n ആയതുകൊണ്ട് an+b എന്ന് ചൂസ് ചെയ്യുന്നു. ഇത് α1 ആണ് കോൺസ്റ്റന്റ്. ഇതും കോൺസ്റ്റന്റ് ആണ്. മിക്കതും എന്താവാൻ ചാൻസ് ഉണ്ട്? ഇതിന് സൊല്യൂഷൻ കിട്ടാണ്ടിരിക്കാൻ നല്ല ചാൻസ് കാണാണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എന്നിട്ട് an+1 = an+n എന്ന് എഴുതുന്നു. an+1 പകരം ഞാൻ എന്ത് എഴുതുന്നു? ഇവിടെ a × n കാണുന്നിടത്തൊക്കെ +1 ഇട്ട് കൊടുക്കുക. അപ്പൊ എനിക്ക് ഇവിടെ ഓക്കെ. an എന്താ കിട്ടുക? an+b + n. അപ്പൊ ഈ ഒരു ടേമിന് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ an + a + b - an - b = n. an-ഉം -an-ഉം കട്ടായി പോയി. b - b യും കട്ടായി. ഇവിടെ എനിക്ക് കോൺസ്റ്റന്റിന്റെ ടേമേ ഇല്ല. അപ്പൊ എനിക്ക് a = 0 എന്നല്ല വരുന്നത്. മാത്രല്ല വേറെ ഒന്നും കിട്ടണില്ല. ഇവിടെ എനിക്ക് n-ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. പക്ഷെ ഇവിടെ n ഇല്ല. അപ്പൊ നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് ഞാൻ മനസ്സിലാക്കി നമ്മൾ ചൂസ് ചെയ്ത an⁻p തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ an⁻p എങ്ങനെ ചൂസ് ചെയ്യാം? ആ ഇപ്പൊ കിട്ടിയതിനെ × n ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും? an² + bn വന്നു. ഇത് × n ചെയ്യുമ്പോ എന്ത് വരും? an² + bn വന്നു. അപ്പൊ ഇത് നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതില് കൊടുക്കുമ്പോ എന്ത് വരും? an+1 - an = n. അപ്പൊ ഇതില് ഞാൻ കൊടുക്കാൻ നിൽക്കാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? a × n+1² - b × n+1 - an എന്ന് പറയുമ്പോ an - b. എങ്ങനെ എനിക്കിത് മൈനസ് ആയേ? ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ. അത് ഓപ്പൺ ആക്കി വരുമ്പോ നമുക്ക് -an+b എന്ന് പറയുമ്പോ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോ ഇത് നെഗറ്റീവ് ആവില്ലേ? അങ്ങനെ അത് നെഗറ്റീവ് ആയതാണ്. ഇനി a+b² എന്താണ്? a² + 2ab + b² - bn - b - an - b = n. അപ്പൊ ഞാന് ഇവിടെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. an² + b ആണ്. അപ്പൊ ഇവിടെ ഞാൻ എഴുതണ സമയത്ത് an ഞാൻ എന്തിട്ട് എഴുതിയിട്ടില്ല? -an² - bn എന്ന് എഴുതിയിട്ടില്ല. അങ്ങനെയും കൂടി എഴുതിയാലാണിത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ n² കോഎഫിഷ്യൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 0 ആണ്, അവിടെ 0 ആണ്. നമുക്ക് ചെയ്യാനുള്ളത് കമ്പയർ കോഎഫിഷ്യന്റ് ഓഫ് n ചെയ്യണം. കമ്പയർ കോഎഫിഷ്യന്റ് ഓഫ് n. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് വന്നു? 2a - b - b അല്ലേ വന്നേ? ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് n-ന്റെ കോഎഫിഷ്യന്റ് ഇവിടുന്ന് എന്ത് കിട്ടി? 2a - b. പിന്നെ ഇവിടെ ഉണ്ട് -b = 1. അതായത് എനിക്കിപ്പോ ഉള്ളത് 2a - 2b = 1 ഉണ്ട്. ഇനി കോൺസ്റ്റന്റുകളിനെ നമുക്കൊന്ന് ചെയ്യണം. അപ്പൊ എന്ത് വന്നു? a - b = 0. ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്?
കമ്പയറിങ് കോൺസ്റ്റൻസ് a പ്ലസ് ബി ഈക്വൽ ടു 0 എന്നാ പറയണത്. അപ്പോ അത് എവിടെ വന്നേക്കണത്? a ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് 1. ഇവിടെ എന്താ വരിക? an പ്ലസ് 1-ല് a ഇൻറ്റു എൻ പ്ലസ് 1 സ്ക്വയർ പ്ലസ് b ഇൻറ്റു എൻ പ്ലസ് 1. അപ്പൊ ഇതൊക്കെ എന്തായി? പ്ലസ് ആയി. അപ്പൊ ഇവിടെ എന്ത് വന്നു? പ്ലസ് ബി മൈനസ് ബി എന്ന് വന്നു. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി. 2a ഈക്വൽ ടു 1 ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് നോക്കുമ്പോ നമുക്ക് എന്ത് വന്നു? a കോൺസ്റ്റന്റിനെ നോക്കുമ്പോ a പ്ലസ് ബി ഈക്വൽ ടു 0. ഇപ്പൊ ഇവിടെ 2a ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ എന്റെ വാല്യൂ എന്താന്ന് കിട്ടി? 1/2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ b എന്ത് വരും? മൈനസ് a ഈക്വൽ ടു മൈനസ് 1/2 എന്ന് കിട്ടി. ഇവിടെ പ്ലസ് ഇടാത്തോണ്ടായിരുന്നു നേരത്തെ തെറ്റിണ്ടായിരുന്നത്. ഇപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എന്റെ വാല്യൂ 1/2, ബിന്റെ വാല്യൂ മൈനസ് 1/2. അത് നമ്മള് ഇതിൽ ഇട്ട് കൊടുക്കുമ്പോ എന്ത് വരും? an raised to h പ്ലസ് an raised to p ഇട്ട് കൊടുക്കുമ്പോ ആൽഫ 1 പ്ലസ് n സ്ക്വയർ ബൈ 2 മൈനസ് n/2. കാരണം എന്റെ വാല്യൂ an സ്ക്വയർ പ്ലസ് ബി n ആയിരുന്നു. എന്റെ വാല്യൂ 1/2. അപ്പൊ 1/2 n സ്ക്വയർ പ്ലസ് ബിന്റെ വാല്യൂ മൈനസ് 1/2. അപ്പൊ മൈനസ് 1/2 n എന്ന് കിട്ടി. കഴിഞ്ഞു ക്വസ്റ്റ്യൻ. നോട്ടിൽ എഴുതിയത് കഴിഞ്ഞു. പക്ഷെ ശരിക്കും എന്തും കൂടി ഉണ്ട്. a2ന്റെ വാല്യൂ 1 തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് a2ന് കൊടുക്കണ്ടേ? ഇത് an ആണ്. അപ്പോ n ഈക്വൽ ടു 2 കൊടുക്കുമ്പോ a2 ഈക്വൽ ടു ആൽഫ 1 പ്ലസ് 2 സ്ക്വയർ ബൈ 2, അതെ 4/2 2 മൈനസ് 2/2 1 ഈക്വൽ ടു a2ന്റെ വാല്യൂ 1. അപ്പൊ ഇത് 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ആൽഫ 1 പ്ലസ് 1 ഈക്വൽ ടു 1, ആൽഫ 1 ഈക്വൽ ടു 0 എന്ന് വരും. സോ ഒറിജിനൽ a എന്ന് പറയുന്നത് n സ്ക്വയർ ബൈ 2 മൈനസ് n/2. ഇത് നമുക്ക് കിട്ടി. ഈ കിട്ടിയ ആള് കറക്റ്റ് ആണ് എങ്ങനെയാ നമ്മള് ചെക്ക് ചെയ്യാ? a2ന്റെ വാല്യൂ ഇവിടെ 1 വരുന്നില്ലേ നോക്കിയാൽ മതി. ഇവിടെ 2 സ്ക്വയർ ബൈ 2 4/2, ഇവിടെ 2 വരും. 2/2 1. അപ്പൊ a2ന്റെ വാല്യൂ 1 വരുന്നില്ലേ? അപ്പൊ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നേരത്തെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 3 raised to n. നമുക്ക് അപ്പൊ an raised to p എന്താ ചൂസ് ചെയ്യേണ്ടി വരിക? an raised to p a 3 raised to n ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ ഞാൻ സാധാ പോലെ ഹോമോജീനസ് പാർട്ട് ചെയ്യുന്നു. an ഈക്വൽ ടു c raised to n എന്ന് കൊടുക്കുന്നു. c r raised to n plus 2 plus 3 c r raised to n plus 1 plus 2 c r raised to n equal to 0. ഇതില് r-ന്റെ ഏറ്റവും കുഞ്ഞു പവർ എന്ന് പറയുന്നത് r raised to n ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരുന്നു? r സ്ക്വയർ പ്ലസ് 3r പ്ലസ് 2 ഈക്വൽ ടു 0. കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ r-ന്റെ വാല്യൂ -1 -2 നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ആൽഫ 1 -1 raised to n, ആൽഫ 2 -2 raised to n എന്ന് കിട്ടി. an raised to p എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? a 3 raised to n ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ a 3 raised to n ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ക്വസ്റ്റ്യൻ എവിടെയാ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? an plus 2 plus an plus 2 plus 3an plus 1 plus 2an equal to 3 raised to n. അപ്പൊ ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. a 3 raised to n plus 2 അല്ലെ? an plus 2 എന്ന് പറയുമ്പോ 3 raised to n plus 2. പിന്നെന്താ ഇവിടെ ഉള്ളത്? 9. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 3. അത് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. a 3 raised to n plus 2. അടുത്തത് പ്ലസ് 3a 3 ഇവിടെ എഴുതി. ഇവിടെ ഒന്നുകൂടി എഴുതാം അല്ലെ? a 3 raised to n plus 2 plus 3a raised to n plus 1 plus 2a raised to n equal to 3 raised to n. എനിക്ക് എല്ലാം എയിലല്ലായിരുന്നു പവർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? an plus 2 എങ്ങനെ എഴുതാം? a into 3 raised to n plus 2 plus 3a into 3 raised to n plus 1. അടുത്തത് 2a. a ന് പകരം എന്ത് എഴുതാം?
3 raised to n equal to 3 raised to n. എല്ലാത്തിലും 3 raised to n ആക്കണം. അപ്പോൾ ഈ 3 raised to n plus 2, 3 raised to n plus 1 അതിനൊക്കെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 raised to n into 3 square. അടുത്ത ചെയ്യുമ്പോൾ 3 raised to n into 3. അടുത്ത ചെയ്യുമ്പോൾ ഓൾറെഡി 3 raised to n ആയിട്ടാണ് അതിരിക്കുന്നത്. അപ്പോൾ അതിനങ്ങനെ തന്നെ എഴുതി. ഇനി 3 raised to n കോഎഫിഷ്യൻസ് ഒക്കെ എടുത്ത് എഴുതുമ്പോൾ 9a ഇവിടെ പ്ലസ് 9a പ്ലസ് 2a ഈക്വൽ ടു 3 raised to n. 18 20a 20a ഈക്വൽ ടു 1 കിട്ടും. കാരണം ഇവിടെ 3 raised to n കോഎഫിഷ്യന്റ് 1 ആണ്. സോ a ഈക്വൽ ടു 1/20 നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് a 3 raised to n ഇപ്പൊ ഇനി നമ്മൾ എങ്ങനെയാണ് എഴുതുക? 3 raised to n/20 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്തത് a0ന്റെ വാല്യൂ a1ന്റെ വാല്യൂ. a0ന്റെ വാല്യൂ 0, a1ന്റെ വാല്യൂ 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ an ഇപ്പൊ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഇതുവരെ ഉള്ളത് കളയാം. an ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? an ഈക്വൽ ടു α1 into -1 raised to n plus α2 into -2 raised to n plus 1/20 into 3 raised to n എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എനിക്കിതില് ആദ്യം കണ്ടുപിടിക്കണം. α1 α2 കിട്ടിക്കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. a0ന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞുല്ലോ. അപ്പൊ n-ന് 0 കൊടുത്തപ്പോ a0 ഈക്വൽ ടു α1 പ്ലസ് -2 raised to 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ α2 പ്ലസ് 3 raised to 0യും 1 ആണ്. 1/20 ഈക്വൽ ടു 0. പിന്നെ എനിക്ക് α1 പ്ലസ് α2 ഈക്വൽ ടു -1/20 എന്ന് കിട്ടി. അടുത്തത് എന്താ വരിക? n-ന് 1 കൊടുക്കുമ്പോ a1 ഈക്വൽ ടു -α1 -2 α2 പ്ലസ് 1/23 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോഴേ ഇത് ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവ് വന്നാലും നമുക്ക് പോസിറ്റീവായി ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു നെഗറ്റീവ് കടന്നു വരും തോന്നുന്നുണ്ട്. -α1 -2 α2 1 -3/20. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 17/20. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഈ 1-നെ 20/20 ചെയ്ത് കഴിഞ്ഞാൽ 20 - 3 എന്ന് പറയുന്നത് 17 ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് അതായത് ഒന്നിനെ സൈമൾട്ടിപ്ലിക്കേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? α1 3/4 എന്നും α2 എന്ന് പറഞ്ഞാൽ -4/5 എന്നും കിട്ടും. അതെടുത്തിട്ട് എവിടെ ഇട്ട് കൊടുക്കണം? ഈ an ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ജസ്റ്റ് വാല്യൂസ് മാറ്റണോ അത്രേ ഉള്ളൂ. നമുക്ക് an plus 2 സാധാ പോലെ cr raised to n ഒക്കെ കൊടുത്തു. cr raised to n plus 2 plus 4cr raised to n plus 1 plus 4cr raised to n equal to 0 കൊടുത്തു. r raised to n-നെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ എനിക്ക് r² plus 4r plus 4 equal to 0 ഇക്വേഷൻ ഇട്ട് കൊടുത്തു. പോളിനോമിയൽ കാൽക്കുലേറ്ററിൽ പോളിനോമിയൽ കൊടുക്കുമ്പോൾ r equal to -2 -2 എന്ന് വന്നു. റിപ്പീറ്റ് അടിക്കുന്ന ആളായതുകൊണ്ട് α1 plus α2 n -2 raised to n. ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല, കാരണം an raised to p എന്ന് പറയുന്നത് 3 നിൽക്കണം, -2 അപ്പൊ an raised to p നമുക്ക് എന്ത് വന്നു? a 3 raised to n വന്നു. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് വരും? നേരത്തെ സെയിം പ്രൊസീജിയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? an plus 2 plus 4an plus 1 plus 4an equal to 3 raised to n. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാറിയിട്ടുണ്ടെന്നുള്ളൂ. അപ്പൊ നമ്മൾ an plus 2-നെ എങ്ങനെ എഴുതാം? നമുക്ക് a 3 raised to n plus 2 plus 4a 3 raised to n plus 1 plus 4a 3 raised to n equal to 3 raised to n. എനിക്ക് 3 raised to n plus 1-നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 9a 3 raised to n 4 into 3 12a 3 raised to n plus 4a 3 raised to n equal to 3 raised to n എന്ന് കിട്ടി. 9 plus 12 plus 4. ഇപ്പൊ 12 plus 4 ചെയ്യുന്ന സമയത്ത് 16 വന്നു. 16 plus 9 25. 25a 3 raised to n equal to 3 raised to n.
ഇവിടുന്ന് എനിക്ക് എന്ത് കിട്ടും? 25 എന്റെ വാല്യൂ ആണ് 1, എന്റെ വാല്യൂ 1/25 എന്ന് കിട്ടി. a 1/25 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ an⁻p പാരായി an ഈക്വൽ ടു an⁻h പ്ലസ് an⁻p. an⁻h എന്ന് പറയുന്നത് α1 പ്ലസ് α2 n മൈനസ് 2n പ്ലസ് 1/25 ഇൻറ്റു 3n. എനിക്ക് കിട്ടാനുള്ളത് a0 വാല്യൂ 1, a2ന്റെ വാല്യൂ a1ന്റെ വാല്യൂ 2 എന്ന് കൊടുക്കണം. അപ്പൊ ഞാൻ ആദ്യം n-ന് 0 കൊടുത്തു. n-ന് 0 കൊടുത്തപ്പോ a0 ഈക്വൽ ടു α1 മൈനസ് 2n എന്ന് പറഞ്ഞ ടേം 1 ആവും. ഇത് പോയി. അപ്പൊ α1 1/25 ഈക്വൽ ടു 1 എന്നാ പറയണത്. അപ്പൊ α1 ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു 1, a0 ഈക്വൽ ടു 0 എന്നല്ലേ പറയണത്. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 1 മൈനസ് 1/25 എന്ന് വരും. 1 മൈനസ് 1/25 എന്ന് പറയുന്നത് 24/25 എന്ന് കിട്ടും. α1 കിട്ടി. അതേപോലെ α2 ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. α2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n-ന് 1 കൊടുക്കുക. n-ന് 1 കൊടുക്കുമ്പോൾ α1 പ്ലസ് α2 ഇൻറ്റു -2 പ്ലസ് n-ന് 1 കൊടുക്കുമ്പോൾ 3/25 ഈക്വൽ ടു 2. അപ്പോ -2 α1 -2 α2 ഈക്വൽ ടു 2 മൈനസ് 3/25 എന്ന് കിട്ടി. ഇതിന്റെ വാല്യൂ എന്താണ്? 50 മൈനസ് 3/25. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുക 47/25 ആണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടി കണ്ടുപിടിക്കണ്ടേ? ഈ സ്പേസിൽ തന്നെ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? -2 α1 അല്ലേ? ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് 47/25 കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് -2 α1 -2 α2 ഈക്വൽ ടു 47/25. ഓൾറെഡി α1 എത്രയാണെന്ന് അറിയാം, 24/25 ആണെന്നറിയാം. അപ്പൊ അത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് വരും? -2 ഇൻറ്റു 24 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? -48 -48/25 -2 α2 ഈക്വൽ ടു 47/25 എന്ന് വരുന്നു. അപ്പൊ 2 α2 ഈക്വൽ ടു -48 -47 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താ വരാം? 90 -95/25 എന്ന് വന്നു. അപ്പൊ α2 എന്ന് പറയുന്നത് -95ന് നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കണ്ടേ? അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ? -95/50 എന്ന് വന്നു. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവര്. അപ്പൊ 1-ന് 10 എന്ന് കൊടുത്തു. 95/5 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? 90 -19/10 എന്നാണ് കിട്ടുന്നത്. കണ്ടോ? -19/10. അപ്പൊ ഞാനിത് ഇട്ട് കൊടുത്തു. ഇവിടെ നോട്ടില് 25 ആണ്, തെറ്റാണ് കേട്ടോ. 24/25 -19/10. α1 ഇതായിരുന്നു, α2 ഇതായിരുന്നു. ഇത് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു 1/25 എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തി. ഇപ്പൊ റെക്കറൻസിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും വരുന്നോണ്ടാണ് ഇത്രയധികം വട്ടം ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ മോഡലിംഗ് വിത്ത് റെക്കറൻസ് റിലേഷൻ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.